നമുക്കൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയാലോ? ഇത് കണ്ട, ഇത് പുളിശ്ശേരി വെക്കുന്ന മാമ്പഴമാണ് കേട്ടോ. ഇനി ആദ്യം നമ്മൾ ഇച്ചിരി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് വേവിക്കണം. ലേശം മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണേ. അത് കഴിഞ്ഞിട്ട് ശർക്കര കുറച്ചെടുത്തിട്ട് ഒന്ന് പാനിയാക്കിയിട്ട് ആ പാനി ഒഴിച്ച് ഇതുണ്ട്, ആ പാനി ഒഴിച്ച് ആ പാനിയിലിട്ട് വേവിച്ചെടുക്കണം. അപ്പോഴെന്ത് ചെയ്യണമെന്നറിയാമോ? കുറച്ച് നെയ്യ് നമ്മളിതിലേക്ക് ഒന്ന് വീഴ്ത്തി കൊടുക്കണം. അപ്പോൾ ആ നെയ്യിലും ആ ശർക്കരയിലും ഒക്കെ കിടന്ന് ആ മാങ്ങ അങ്ങോട്ട് വേഗം. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ കുറച്ച് തേങ്ങ എടുക്കണം. തേങ്ങ എടുത്തിട്ട് ലേശം മഞ്ഞൾപ്പൊടി ഇടണം, ലേശം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ നല്ല വെണ്ണ പോലെ അരയ്ക്കണം. അത് നല്ലപോലെ അരിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് കട്ട തൈരുണ്ടല്ലോ, അധികം പുളിയില്ലാത്ത തൈര് കുറച്ചൊഴിച്ച് കൊടുത്തിട്ട് അതും കൂടെ ഇതിൻ്റെ കൂടെ നല്ലതുപോലെ അടിച്ചെടുക്കണം. ഇത് കണ്ട ഇതേപോലെ അടിച്ചെടുക്കണം. അതിന് ശേഷം നമ്മുടെ മാങ്ങാക്കുട്ടൻ ഇങ്ങനെ ശർക്കരപ്പാനിയിൽ ആ നെയ്യിലൊക്കെ കിടന്ന് അങ്ങനെ അങ്ങോട്ട് വേഗല്ലേ, നല്ലതുപോലെ അങ്ങോട്ട് വെന്ത് അല്പം ഒന്ന് കുറുകി വരണം കേട്ടോ. ഇനി ഇത് കുറച്ചുകൂടി ഒന്ന് വേവാനുണ്ട്, ഒന്ന് കുറുകി വരണം. നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം കേട്ടോ, എങ്കിലേ അത് അടിയിൽ പിടിക്കാണ്ടിരിക്കുള്ളൂ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഫ്ലെയിം കുറച്ച് വെച്ചിരുന്നാൽ മതി കേട്ടോ. കൂട്ടി വെച്ച് ചിലപ്പം അത് പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ചക്കരപ്പാനിയിലല്ലേ ഇത് കിടന്ന് വെന്തുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട്. ഇനി എന്ത് ചെയ്യണം? ഇതിപ്പോൾ ഇത് മതിയായിട്ടുണ്ട് കേട്ടോ, അത് ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അരപ്പിനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ആഹാ, എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മാങ്ങാക്കുട്ടന്മാരിതിലിനിയും കിടന്നങ്ങോട്ട് അരപ്പും എല്ലാം, ശർക്കരപ്പാനി തേങ്ങ അരപ്പും എല്ലാം കൂടി അങ്ങോട്ട് മിക്സായിട്ട് കിടന്ന് വേവട്ടെ. ഇനി ഇതങ്ങോട്ട് വേഗം നമ്മുടെ ഇതിലൊക്കെ ഉണ്ട്, ഇതെല്ലാം കളയാതെ അതിനകത്ത് ഇടണം. നമുക്കിതിനെ അങ്ങോട്ട് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കുള്ളൂ. ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിനകത്തേക്ക് ഒഴിക്കുന്നത് നെയ്യാണ്. കണ്ട, നാച്ചുറൽ നെയ്യാണ് കേട്ടോ. എന്നാണ് കമ്പനിക്കാർ അവകാശപ്പെടുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം ഉലുവായിട്ട് കൊടുക്കാം. അത്ര ഇരുന്നോട്ടെ. ഇനി അതിലേക്ക് നമുക്ക് വറ്റൽ മുളക് ഇട്ടു, പിന്നെ കറിവേപ്പില ഇട്ടു. ഞാൻ ഈ കറിവേപ്പിലയുടെ ഈ തണ്ടിങ്ങനെ ഒടിച്ചിടും കേട്ടോ, കറിക്കൊക്കെ. ചെറുതായിട്ടൊന്ന് ഇളക്കിട്ട്
ഉലുവ ഒന്ന് മൂക്കണം കേട്ടോ, മൂത്തെങ്കിലേ അത് ശരിയാവും. മതി. ഇതൊന്ന് ഇളക്കി കൊടുക്കും. ഇത് മാത്രം മതി കേട്ടോ ചോറ് കഴിക്കാൻ, വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. ഇതങ്ങോട്ട് ഒഴിച്ചത്. ഇതിൻ്റെ കൂടെ നമ്മൾ മീനും അങ്ങനത്തെ സാധനങ്ങളൊന്നും നോണൊന്നും കഴിക്കാണ്ടിരിക്കുക നല്ലത്. എങ്കിലേ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് ഫുള്ളും കിട്ടുള്ളൂ. കണ്ട അതിൻ്റെ മണം. ആരോ എൻ്റെ കാര്യം പറയുന്നു. കണ്ട നമ്മുടെ മാങ്ങാക്കുട്ടന്മാരിൽ നിന്ന് തിളച്ചങ്ങോട്ട് മറിയാണ്. ആഹാ. നമുക്കൊരു ലേശം ഉപ്പും കൂടി ചേർത്തിടും. സംഭവം പൊളി. ഇതൊന്ന് ചൂടോട് കഴിക്കുന്നതിലും ഇതിൻ്റെ തണുപ്പ് ഒന്നാവണം. ചൂടൊക്കെ പോയി ഒന്ന് തണുപ്പായി കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുക. അപ്പോൾ എല്ലാവരും വെച്ച് നോക്കുക കേട്ടോ. സംഭവം എന്ത് പൊളിയാണെന്നറിയോ, അടിപൊളി. ഇതങ്ങോട്ട് തണുക്കണം, തണുത്താലേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഓക്കെ ഗൈസ്, എല്ലാവരും മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഓക്കേ.